ആശുപത്രിയിലെ തികച്ചും തിരക്കുപിടിച്ചൊരു പ്രഭാതമായിരുന്നു അത്. വരാന്തയിലൂടെ നടന്നുപോകുന്ന ഡോക്ടർമാരുടെയും മരുന്നുകളുടെ മണത്തിന്റെയും ഇടയിൽ രോഗികളുടെ വലിയൊരു നിര തന്നെയുണ്ടായിരുന്നു. വെളുത്ത കോട്ടണിഞ്ഞ് കയ്യിൽ കുറേ കേസ് ഫയലുകളുമായി സ്റ്റാഫ് റൂമിലേക്ക് നടന്നു നീങ്ങുന്ന ഡോക്ടർ പ്രിയയുടെ മുഖത്ത് കടുത്ത പ്രാദേശിക തിരക്കുകളുടെ ക്ഷീണം വ്യക്തമായിരുന്നു. അപ്പോഴാണ് അവളുടെ അടുത്ത കൂട്ടുകാരിയും സഹപ്രവർത്തകയുമായ നേഹ വലിയൊരു ചിരിയോടെ അടുത്തേക്ക് വന്നത്. ഡോക്ടർ മാഡം, ഇന്നും അത്ഭുതങ്ങളൊന്നും കുറവല്ലല്ലോ. ഇന്ന് രാവിലെ മാത്രം വീണ്ടും 3 രോഗികളാണ് നിങ്ങൾക്ക് നേരിട്ട് വിവാഹാഭ്യർത്ഥന നടത്തിയത്. ഒരുത്തൻ മനോഹരമായ ചുവന്ന റോസാപ്പൂക്കളുമായി വന്നു, മറ്റൊരുത്തൻ വിലകൂടിയ ചോക്ലേറ്റുകളുമായി വന്നു. സത്യം പറ പ്രിയ, ഇത് നമ്മൾ ജോലി ചെയ്യുന്ന ആശുപത്രി തന്നെയാണോ അതോ ഏതെങ്കിലും മാട്രിമോണിയൽ ബ്യൂറോ ആണോ എന്ന് എനിക്കിപ്പോൾ ശരിക്കും സംശയം തോന്നുന്നുണ്ട്. നേഹ തമാശ രൂപേണ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയ തന്റെ കണ്ണട പതുക്കെ ഉയർത്തി ശരിയാക്കിക്കൊണ്ട് ഒരു ദീർഘനിശ്വാസമെടുത്തു. അവളുടെ മുഖത്ത് തമാശക്കാര്യങ്ങൾ കേട്ട ഭാവമായിരുന്നില്ല ഉള്ളത്. ഏയ് നേഹ, നീ ഇതൊക്കെ കണ്ട് നിസ്സാരമായി ചിരിക്കുകയാണോ? പ്രിയ ശാന്തമായി എന്നാൽ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഈ കാണിക്കുന്ന പ്രണയവും സ്നേഹവും ഒന്നും കൊണ്ട് നമ്മുടെ വീട്ടുചെലവുകൾ നടക്കില്ല. ബാങ്കിലെ വലിയ തുകയുടെ EMI അടയ്ക്കാനും ഇതൊന്നും തികയില്ല. എനിക്ക് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട സകല സാമ്പത്തിക ടെൻഷനുകളും ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു ഭർത്താവിനെയാണ് വേണ്ടത്. അതായത് വളരെ വലിയൊരു ബിസിനസ്സുകാരൻ, ഒന്നുകിൽ വലിയൊരു കോടീശ്വരൻ, അല്ലെങ്കിൽ എന്നെന്നും എനിക്ക് ജോലിക്ക് പോകാതെ തന്നെ രാജകീയമായി ജീവിക്കാൻ ആവശ്യത്തിന് സ്വത്തുള്ളൊരു മനുഷ്യൻ. നേഹ പ്രിയയുടെ പ്രായോഗിക ചിന്താഗതി കേട്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കെ ആശുപത്രിയുടെ വലിയ ഗ്ലാസ് വാതിൽ തുറന്ന് പ്രായമായൊരു വൃദ്ധൻ പതുക്കെ നടന്നുവന്നു. വളരെ ലളിതമായ കോട്ടൺ വസ്ത്രധാരണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എങ്കിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും ഭാവത്തിലും വലിയൊരു രാജകീയ പ്രൗഢിയും ഗൗരവവും പ്രകടമായിരുന്നു. അദ്ദേഹം റിസപ്ഷനിലേക്ക് നടന്നു ചെന്ന് വളരെ വിനയത്തോടെ പറഞ്ഞു, മോളെ, എനിക്ക് ഡോക്ടർ പ്രിയയെ ഒന്ന് കാണണമായിരുന്നു. അവരിപ്പോൾ രോഗികളെ പരിശോധിക്കുന്ന തിരക്കിലാണെങ്കിൽ ഞാൻ ഇവിടെ എത്ര സമയം വേണമെങ്കിലും കാത്തിരിക്കാം. എനിക്ക് യാതൊരു തിടുക്കവുമില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് പ്രിയ അങ്ങോട്ട് ചെന്നു. നമസ്കാരം അങ്കിൾ, പറയൂ, എന്താണ് വിഷയം? താങ്കൾക്കെന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുണ്ടോ? മുൻപെവിടെ വന്ന് ചികിത്സ തേടിയിട്ടുണ്ടോ? അദ്ദേഹം തന്റെ മുഖത്ത് തികഞ്ഞ ശാന്തതയോടെ ഒരു ചെറിയ പുഞ്ചിരി വരുത്തി പറഞ്ഞു. ഉവ്വു മോളെ, 2 തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നു നീ തന്ന മരുന്നുകൾ കൃത്യമായി കഴിച്ചതിനു ശേഷം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു. എന്നാൽ ഇന്ന് ഞാനിവിടെ വന്നത് എന്റെ രോഗം കാണിക്കാനോ ചികിത്സയ്ക്കോ അല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് സംസാരിക്കാനാണ്. പ്രിയ അല്പം സംശയത്തോടെയും ആകാംക്ഷയോടെയും അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം ഒരു ചെറിയ നെടുവീർപ്പോടെ തുടർന്നു. എന്റെ ഭാര്യ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇപ്പോൾ 10 വർഷമായി. എനിക്ക് സ്വന്തമെന്നു പറയാൻ ഈ നിമിഷം ഈ ലോകത്താരുമില്ല. എനിക്ക് മകനോ മകളോ മറ്റു ബന്ധുക്കളോ ഒന്നുമില്ല. കണ്ണടച്ച് വിശ്വസിച്ച് കൂടെ നിർത്താൻ ആരുമില്ലാത്തൊരു പാവം മനുഷ്യനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലിച്ച വലിയൊരു ഏകാന്തതയും വിഷാദവും പ്രിയയുടെ മനസ്സിൽ അല്പം അനുകമ്പയുണ്ടാക്കി. നിങ്ങളുടെ അവസ്ഥ കേട്ടതിൽ എനിക്ക് വിഷമമുണ്ടെങ്കിൽ, എന്നാൽ നിങ്ങൾ എന്നോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പ്രിയയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി യാതൊരു മടിയുമില്ലാതെ പറഞ്ഞു. നിനക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് നിന്നെ വിവാഹം കഴിക്കണമെന്നുണ്ട്. പ്രിയ അത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. അവളുടെ കയ്യിലിരുന്ന ഫയലുകൾ താഴെ വീഴാൻ പോയി. എന്താ അങ്കിൾ, നിങ്ങൾ തമാശ പറയുകയാണോ? എനിക്ക് കേവലം 23 വയസ്സ് മാത്രമാണ് പ്രായം. താങ്കൾക്കിപ്പോൾ... എനിക്കറിയാം മോളെ, എന്റെ പ്രായം വളരെ കൂടുതലാണ്. എന്നാൽ ഞാൻ പറയുന്നത് തികച്ചും സത്യമാണ്. അദ്ദേഹം വികാരഭരിതനാകാതെ ശാന്തനായി പറഞ്ഞു. ഞാൻ നിന്നെ യാതൊരു തരത്തിലുള്ള നിർബന്ധത്തിലും പെടുത്തുന്നില്ല. ഇതൊരു ഉപദേശമോ നിർദ്ദേശമോ മാത്രമായി കണ്ടാൽ മതി. അപ്പുറത്തിതൊക്കെ കേട്ടു നിൽക്കുന്ന നേഹ വിശ്വസിക്കാൻ കഴിയാതെ പറഞ്ഞു. ഇത് സിനിമയിലെ കഥകൾ പോലെയാണ് നടക്കുന്നത്. സിനിമകളിൽ പിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാണാമായിരിക്കാം. പക്ഷെ ഞാൻ തമാശ പറയുകയല്ല. ആ വൃദ്ധൻ തന്റെ കയ്യിലിരുന്ന കട്ടിയുള്ളൊരു ലെതർ ഫയൽ മേശപ്പുറത്തു വെച്ചു. ഈ ഫയലിൽ എന്റെ സകല സ്വത്തുക്കളുടെയും ആധാരങ്ങളാണുള്ളത്. ഈ നഗരത്തിലെ വലിയ കെട്ടിടങ്ങൾ, ബംഗ്ലാവുകൾ, കൃഷിഭൂമികൾ സകലതും ഇതിലുണ്ട്. ഡോക്ടർ സാഹിബ, എന്റെ ആയുസ്സിനി അധികമില്ലെന്നെന്നെ പരിശോധിച്ച ഡോക്ടർമാർ എന്നോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
നീ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ മരണശേഷം ഈ സ്വത്തുക്കളെല്ലാം ഞാൻ നിന്റെ പേരിൽ എഴുതിവെക്കാം. ഞാൻ പോയതിനു ശേഷം ഈ ലോകത്തെ നിനക്ക് യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുമുണ്ടാവില്ല. പ്രിയ അത്ഭുതത്തോടും അവിശ്വാസത്തോടും കൂടെ ആ പ്രമാണങ്ങളിലേക്ക് കണ്ണുപായിച്ചു. ഇയാൾ ശരിക്കും വലിയ കോടീശ്വരനാണെന്ന് തോന്നുന്നു പ്രിയ. നേഹ പ്രിയയുടെ കാതിൽ പതിക്കെ മന്ത്രിച്ചു. ഇയാൾ പറയുന്നത് സത്യമാണെങ്കിൽ നിന്റെ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. 2-3 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ. അതിനുശേഷം ഈ ബംഗ്ലാവുകളും കാറുകളും കമ്പനികളും എല്ലാം നിന്റേതാകും. ആളുകൾ ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും ഇത്രയും സമ്പാദിക്കാൻ കഴിയില്ല. ആ സമയത്ത് ആശുപത്രിയിലെ ഒരു ജീവനക്കാരൻ അങ്ങോട്ട് ഓടിവന്നു. മാഡം, ആ മുതിർന്ന വ്യക്തി തന്റെ ഒരു ഡയറി ഇവിടെ മറന്നുവെച്ചു പോയിട്ടുണ്ട്. പ്രിയ ആ ഡയറി കയ്യിലെടുത്തു. അത് തുറന്നപ്പോൾ അതിനുള്ളിൽ നിന്നൊരു പഴയ ഫോട്ടോ പുറത്തേക്ക് വീണു. അത് കണ്ട പ്രിയയുടെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറി. എന്തുപറ്റി പ്രിയ? ഇപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നല്ലോ. പെട്ടെന്ന് നിന്റെ മുഖം എന്താണ് വാടിയത്? ആ ഫോട്ടോയിൽ എന്താണുള്ളത്? നേഹ അത്ഭുതത്തോടെ ചോദിച്ചു. ഇതാ മുതിർന്ന വ്യക്തി തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഈ ചെറിയ പെൺകുട്ടി ആരാണ്? പിന്നിൽ വലിയൊരു വീടും കാണുന്നല്ലോ. ഇതേതെങ്കിലും കൊട്ടാരം പോലെയുണ്ടല്ലോ. പ്രിയ ആ ഫോട്ടോ മറിച്ചു നോക്കി. അതിന് പിന്നിൽ മഷി കൊണ്ട് ചില വരികൾ കുറിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മകൾക്ക്. ആരുടെ മുഖത്തെ പുഞ്ചിരിയാണോ എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം? മോളെ, നീ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ കേട്ടുകഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു തീരുമാനമെടുക്കുന്നതിനു മുൻപ് എന്നെ ഒരു വൃദ്ധനായി മാത്രം കാണാതെ ഒരു മനുഷ്യനായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. മിന്നുന്നതെല്ലാം പൊന്നല്ല. ജീർണിച്ച വസ്ത്രം ധരിച്ചവരെല്ലാം പാവപ്പെട്ടവരുമല്ല. നേഹ അത് വായിച്ച് ചിരിച്ചു. അങ്കിളിന് നല്ല കവിതയും ഷായറിയൊക്കെ എഴുതാൻ അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ കഥയേക്കാൾ താൽപ്പര്യം അദ്ദേഹം പറഞ്ഞ ആ വലിയ സ്വത്തിനോടാണ്. പ്രിയ ആ ഫോട്ടോയിലേക്ക് തന്നെ ദീർഘനേരം നോക്കി നിന്നു. ഇതെല്ലാം സത്യമാണെങ്കിൽ എന്റെ ജീവിതം തന്നെ മാറിമറിയും. പെട്ടെന്ന് എന്തോ ഓർത്ത് പ്രിയ ആഴത്തിൽ ശ്വാസമെടുക്കാൻ തുടങ്ങി. പലതരം ചിന്തകൾ അവളിൽ വലിയ പ്രകമ്പനമുണ്ടാക്കി. ഡോക്ടർ മാഡം, ഇപ്പോൾ തന്നെ ആ ബംഗ്ലാവിന്റെ ഇന്റീരിയർ ഡിസൈൻ ചിന്തിച്ചു കൂട്ടണ്ട. ആദ്യം അദ്ദേഹം കാണിച്ചതൊക്കെ സത്യമാണോ അതോ വെറും സ്വപ്നം കാണിക്കുകയാണോ എന്ന് അന്വേഷിക്ക്, ഓർമ്മിപ്പിച്ചു. ആ സമയത്ത് അവരുടെ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഡോക്ടർ അങ്ങോട്ട് വന്നു. എന്താണ് പ്രിയ, ഇന്ന് രോഗികളെക്കാൾ കൂടുതൽ ഇത്തരം മെഡിക്കൽ ഫയലുകളിലല്ലാത്ത കാര്യങ്ങളിലാണല്ലോ ശ്രദ്ധ? പ്രിയ അദ്ദേഹത്തോട് വളരെ ഗൗരവത്തോടെ ചോദിച്ചു. സർ, ആ വയോധികൻ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇവിടെ വരുന്നുണ്ടല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇവിടെ വരുന്ന എല്ലാവരോടും വളരെ ബഹുമാനത്തോടെയാണ് സംസാരിക്കാറുള്ളത്. ഒരിക്കൽ പോലും ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോ തവണയും അദ്ദേഹത്തെ കൊണ്ടുവിടാൻ വരുന്നത് വ്യത്യസ്തങ്ങളായ വളരെ വിലകൂടിയ ആഡംബര കാറുകളാണ്. ഡ്രൈവർമാർ അദ്ദേഹത്തെ സാഹിബ് എന്നാണ് വളരെ ബഹുമാനത്തോടെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശരിക്കും വലിയ സമ്പന്നനായ ആളാണല്ലേ? നേഹ ആകാംക്ഷയോടെ ചോദിച്ചു. ഞാൻ ഒരിക്കലും ഒരാളുടെ വസ്ത്രമോ കാറോ കണ്ടല്ല ബഹുമാനിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വലിയൊരു ഏകാന്തത ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്രയും വലിയ ഏകാന്തത പണം കൊടുത്ത് മാറ്റാൻ കഴിയില്ല, ഡോക്ടർ പതുക്കെ നിർത്തി പറഞ്ഞു. സീനിയർ ഡോക്ടർ പോയതിനു ശേഷം പ്രിയ നേഹയോട് പറഞ്ഞു. നേഹ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഞാൻ എന്തിനാണ് ഈ വരുന്ന ആലോചന വേണ്ടെന്ന് വെക്കുന്നത്? ഞാൻ ഏതെങ്കിലും പാവപ്പെട്ടവനെ കല്യാണം കഴിച്ച് ജീവിതകാലം മുഴുവൻ വാടക വീട്ടിൽ കഷ്ടപ്പെടണോ? അതോ കുറച്ചു വർഷത്തെ ത്യാഗത്തിനു ശേഷം ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കണോ? ഈ ലോകം എപ്പോഴും പണമുള്ളവരുടെ വാക്കുകളാണ് കേൾക്കുന്നത്. നേഹ പ്രിയയുടെ കണ്ണുകളിലേക്ക് നോക്കി മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. തീരുമാനം നിന്റേതാണ് പ്രിയ. പക്ഷേ ബാങ്ക് ബാലൻസ് മാത്രം നോക്കി ആരെയും വിവാഹം കഴിക്കരുത്. പിന്നീട് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരരുത്. കോടീശ്വരിയായിട്ട് എനിക്ക് ദുഃഖമുണ്ടാകുമെന്നോ? സാധാരണക്കാർ സ്വപ്നം കാണുന്ന ജീവിതമാണിത്. പ്രിയ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. അപ്പോഴേക്കും ആശുപത്രി ജീവനക്കാരൻ വീണ്ടും ഓടി വന്നു. മാഡം, ആ മുതിർന്ന വ്യക്തി വീണ്ടും നിങ്ങളെ കാണാനായി വന്നിട്ടുണ്ട്. അദ്ദേഹം കയ്യിൽ വളരെ മനോഹരമായ കുറച്ച് പൂക്കളുമായിട്ടാണ് വന്നത്. വിലകൂടിയ വസ്തുക്കൾക്ക് പകരമാകില്ല ഇത്. എന്നാൽ ബഹുമാനം എപ്പോഴും പൂക്കളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നീ എന്റെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കാണുമെന്ന് കരുതുന്നു. പ്രിയ തന്റെ മനസ്സുറപ്പിച്ചു പറഞ്ഞു. ഉവ്വ്, ഞാൻ ചിന്തിച്ചു. പക്ഷെ ഇത്രയും വലിയൊരു തീരുമാനമെടുക്കുന്നതിനു മുൻപ് എനിക്ക് താങ്കളുടെ ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയണം. താങ്കൾ എവിടെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്, താങ്കളുടെ ജീവിത രീതികൾ എന്തൊക്കെയാണ് എന്നൊക്കെ നേരിട്ട് കാണണം.
അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയൊരു സന്തോഷം പ്രകാശിച്ചു. ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതും. ഒന്ന് ഞായറാഴ്ച എന്റെ വീട്ടിലേക്ക് വരൂ. ശാന്തമായി ഇരുന്ന് സംസാരിക്കാം. അതിനുശേഷം നീ എടുക്കുന്ന ഏത് തീരുമാനവും എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അദ്ദേഹം കാറിലേക്ക് കയറുമ്പോൾ ഡ്രൈവർ ബഹുമാനത്തോടെ വാതിൽ തുറന്നുകൊടുത്തു പറഞ്ഞു, സാഹിബ് വരൂ, എല്ലാവരും വീട്ടിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. പ്രിയ തന്നെത്താനെ മനസ്സിൽ പറഞ്ഞു, വരുന്ന ഞായറാഴ്ചത്തെ ദിവസം ഒരുപക്ഷെ എന്റെ വിധിയെ തന്നെ പൂർണ്ണമായി മാറ്റി എഴുതിവെക്കാം. ഇതെല്ലാം സത്യമാണെങ്കിൽ എനിക്ക് ജീവിതത്തിൽ പിന്നെ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടി വരില്ല. ഞായറാഴ്ച പ്രഭാതത്തിൽ പ്രിയ തന്റെ മുറിയിലെ വലിയ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അല്പം ആകുലതയോടെ ഓരോ വസ്ത്രങ്ങളായി മാറി മാറി പരീക്ഷിക്കുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കു മുൻപ് ആശുപത്രിയിൽ വെച്ച് ആ വയോധികൻ നൽകിയ അപ്രതീക്ഷിത വാഗ്ദാനവും അദ്ദേഹത്തിന്റെ വാഹനം, സ്വത്തുക്കൾ എന്നിവയെക്കുറിച്ചുള്ള ചിന്തകളുമായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവൻ. വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് കണ്ണാടിയിൽ നോക്കുമ്പോൾ താനിനി അനുഭവിക്കാൻ പോകുന്ന ആഡംബര ജീവിതത്തിന്റെ ഒരു ചെറിയ നിഴൽ അവൾക്കു മുന്നിൽ തെളിയുന്നതായി അവൾക്കു തോന്നി. അപ്പോഴാണ് മുറിയുടെ വാതിൽ തുറന്ന് പ്രിയയുടെ അമ്മ ഉള്ളിലേക്ക് വന്നത്. കയ്യിൽ ചായക്കപ്പുമായി നിൽക്കുന്ന അമ്മ മകളുടെ ഭാവമാറ്റങ്ങളും ആഡംബരപൂർണമായ ഒരുക്കവും അത്ഭുതത്തോടെ നിരീക്ഷിച്ചു. ഇന്ന് നിനക്ക് ആശുപത്രിയിൽ അവധിയല്ലേ മോളെ? അമ്മ ചായ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. രാവിലെ മുതൽ നീ ഈ കണ്ണാടിയുടെ മുന്നിൽ തന്നെയാണല്ലോ. എങ്ങോട്ടാണിത്രയും വിശേഷപ്പെട്ട രീതിയിൽ ഒരുങ്ങിപ്പുറപ്പെടുന്നത്? പ്രിയ പെട്ടെന്ന് അല്പം പരിഭ്രമിച്ച് വസ്ത്രങ്ങൾ ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് അമ്മേ, ഒരു പ്രത്യേക രോഗിയുടെ വീട്ടിൽ പോകാനുണ്ട്. മെഡിക്കൽ കാര്യങ്ങളെക്കാൾ അല്പം അത്യാവശ്യമായ ചില വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വരാൻ അല്പം വൈകിയാൽ അമ്മ വിഷമിക്കേണ്ടതില്ല. അമ്മ പ്രിയയുടെ അടുത്തേക്ക് പതുക്കെ നടന്നുവന്ന് അവളുടെ തോളിൽ സ്നേഹത്തോടെ കൈവച്ചു. അമ്മയുടെ കണ്ണുകളിൽ മകളെക്കുറിച്ചുള്ള വലിയൊരു വാത്സല്യവും ആധിയുമുണ്ടായിരുന്നു. മോളെ, ഞങ്ങൾ നിന്നെ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാളെ നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടാളിയായി സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയവും സ്വഭാവവും കണ്ടുവേണം തീരുമാനിക്കാൻ. അല്ലാതെ അവരുടെ കയ്യിലുള്ള പണമോ പദവിയോ കണ്ടാവരുത്. പണത്തിനൊരിക്കലും ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ ആത്മാർത്ഥത കാണിച്ചു തരാൻ കഴിയില്ല. അതാർക്കും എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. എന്നാൽ നല്ലൊരു ഹൃദയം എന്നെന്നും നിലനിൽക്കും. അമ്മയുടെ ആ ഉപദേശം കേട്ടപ്പോൾ പ്രിയയുടെ മനസ്സിലൊരു ചെറിയ കുറ്റബോധം തോന്നിയെങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല. അവൾ തന്നെത്താനെ മനസ്സിൽ ചിന്തിച്ചു, അമ്മ പറയുന്നത് പണം പണം എന്നതിനെക്കുറിച്ചാണ്. പക്ഷെ പണം മാത്രം പ്രധാനമല്ലെങ്കിൽ ലോകത്തുള്ള മനുഷ്യരെല്ലാം രാപകലില്ലാതെ ഇതിനു പുറകെ പായുന്നതെന്തിനാണ്? സാമ്പത്തിക ഭദ്രതയില്ലാതെ സ്നേഹം മാത്രം കൊണ്ട് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയില്ലെന്നെനിക്കറിയാം. അപ്പോഴേക്കും വീടിനു മുന്നിൽ ഒരു വലിയ കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. കറുത്ത നിറത്തിലുള്ള ആഡംബര കാറിൽ നിന്നും വെളുത്ത വസ്ത്രമണിഞ്ഞ ഡ്രൈവർ തികഞ്ഞ ബഹുമാനത്തോടെ ഇറങ്ങിവന്ന് പ്രിയയെ വണങ്ങി പറഞ്ഞു, നമസ്കാരം ഡോക്ടർ മാഡം. വിഷ്ണുപ്രസാദ് ജി നിങ്ങളെ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി എന്നെ അയച്ചതാണ്. താങ്കൾ തയ്യാറാണെങ്കിൽ നമുക്കിറങ്ങാം. പ്രിയ അമ്മയോട് യാത്ര പറഞ്ഞ് ആ വലിയ കാറിൽ കയറിയിരുന്നു. നഗരത്തിന്റെ തിരക്കുപിടിച്ച തെരുവുകളും കടന്ന് ശാന്തമായൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് കാർ നീങ്ങി. വഴിയിലുടനീളം വമ്പൻ മരങ്ങളും വിശാലമായ സ്ഥലങ്ങളും കാണാമായിരുന്നു. ഒടുവിൽ വലിയ ഇരുമ്പ് ഗേറ്റുകൾക്ക് മുന്നിൽ കാർ നിന്നു. സെക്യൂരിറ്റി ജീവനക്കാർ ഗേറ്റ് തുറന്നുകൊടുത്തതോടെ വാഹനം അകത്തേക്ക് പ്രവേശിച്ചു. കൺമുന്നിൽ തെളിഞ്ഞ കാഴ്ച കണ്ട് പ്രിയ അമ്പരന്നുപോയി. ഏക്കറുകളോളം പരന്നുകിടക്കുന്ന പച്ചപ്പു നിറഞ്ഞ എസ്റ്റേറ്റിനു നടുവിലായി വലിയൊരു കൊട്ടാരം പോലെ ഒരു ഹവേലി നിലകൊള്ളുന്നു. പരമ്പരാഗത കൊത്തുപണികളും ആധുനിക അലങ്കാരങ്ങളും ചേർന്ന ആ വലിയ കെട്ടിടം കാണുമ്പോൾ തന്നെ അതിന്റെ ഉടമസ്ഥന്റെ ഭീമമായ സമ്പത്ത് വ്യക്തമായിരുന്നു. പ്രകൃതിരമണീയമായ ആ പൂന്തോട്ടത്തിൽ അപൂർവങ്ങളായ ചെടികളും ജലധാരകളും ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ബംഗ്ലാവോ? ഇതെല്ലാം ശരിക്കും അദ്ദേഹത്തിന്റെ സ്വന്തം സ്വത്താണോ? പ്രിയ കാറിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ സ്വയം ചോദിച്ചു. മുന്നിലിരുന്ന ഡ്രൈവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാഡം, വിഷ്ണുപ്രസാദ് സാഹബ് വളരെ ലാളിത്യം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എങ്കിലും പറയുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കളിലൊന്നു മാത്രമാണ്. ഈ നഗരത്തിലും പുറത്തുമായി ഇതിലും വലിയ ബിസിനസ്സുകളും വസ്തുവകകളും അദ്ദേഹത്തിനുണ്ട്. കാർ വലിയ പൂമുഖത്ത് വന്നു നിന്നു. വാതിൽ തുറന്ന് പ്രിയ പുറത്തേക്കിറങ്ങിയപ്പോൾ ഹവേലിയുടെ വിശാലമായ വരാന്തയിൽ വിഷ്ണുപ്രസാദ് ജി നിൽക്കുന്നതവൾ കണ്ടു. ഒരു ലളിതമായ കുർത്ത ധരിച്ച് കൈയിൽ വടിയുമൂന്നി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പ്രിയയെ കണ്ടപ്പോൾ ഒരു പ്രത്യേക തിളക്കം വന്നു. വരൂ മോളെ, നീ ശരിക്കും വന്നതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്, അദ്ദേഹം വിനയത്തോടെ പറഞ്ഞു. ഞാൻ വിചാരിച്ചിരുന്നത് ഒരുപക്ഷെ നീ ഭയന്നോ മടിച്ചോ എന്റെ ഈ ക്ഷണം നിരസിക്കുമെന്നാണ്. പ്രിയ ചുറ്റുമുള്ള പ്രൗഢിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു,
ഇത്രയും വലിയൊരു ജീവിത നിബന്ധനയോ നിർദ്ദേശമോ താങ്കൾ എന്റെ മുന്നിൽ വെക്കുമ്പോൾ താങ്കളെക്കുറിച്ചോ താങ്കളുടെ ജീവിത രീതിയെക്കുറിച്ചോ കൃത്യമായി മനസ്സിലാക്കാതെ എനിക്കെങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയും? എനിക്ക് താങ്കളുടെ കുടുംബത്തെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും അറിയണം. അദ്ദേഹം ഒരു ചെറിയ നെടുവീർപ്പോടെ തന്റെ കണ്ണുകൾ ആ വലിയ ഹവേലിയുടെ മുകൾത്തട്ടിലേക്ക് തിരിച്ചു. അദ്ദേഹത്തിന്റെ ഭാവത്തിൽ സന്തോഷത്തേക്കാൾ വലിയൊരു ദുഃഖനിഴൽ പടർന്നു. ഒരു കാലത്ത് ഈ തറവാട്ടിൽ വലിയ സന്തോഷവും ബഹളവുമായിരുന്നു മോളെ. കളിച്ചിരിയുടെ ശബ്ദം ഈ മുറ്റത്തും ഇടനാഴികളിലും എപ്പോഴും മുഴങ്ങിക്കേട്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഭാര്യയും എന്റെ ജീവനായിരുന്ന ചെറിയ മകളും ഈ വീട്ടിൽ എന്നോടൊപ്പമുണ്ടായിരുന്നു. എന്നാൽ സമയം വളരെ ക്രൂരമാണ്. അതെന്നിൽ നിന്ന് സകലവും പതുക്കെ തട്ടിയെടുത്തു. എന്റെ ഭാര്യ രോഗബാധിതയായി എന്നെ തനിയെയാക്കിപ്പോയി. എന്റെ മകൾ, അവൾ എന്നേക്കുമായി എന്നിൽ നിന്ന് അകന്നുപോയി. പ്രിയ അത് കേട്ട് അല്പം ആകാംക്ഷയോടെ ചോദിച്ചു, നിങ്ങളുടെ മകൾ ഇപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ മനസ്സിന്റെ വേദന ഇത്രത്തോളം കൂടുമായിരുന്നില്ല മോളെ. അദ്ദേഹത്തിന്റെ ശബ്ദമിടറി. അവൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് എന്റെ ഹൃദയം പറയുന്നത്. പക്ഷെ കഴിഞ്ഞ 20 വർഷമായി അവൾ എവിടെയാണെന്നോ ഏതവസ്ഥയിലാണെന്നോ എനിക്കറിയില്ല. ഒരു വലിയ ഉത്സവപ്പറമ്പിലെ ജനത്തിരക്കിൽ വെച്ച് ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് അവളുടെ ചെറിയ കൈ എന്റെ കൈയിൽ നിന്ന് വിട്ടുപോയി. എന്റെ ആയുസ്സും സമ്പാദ്യവും മുഴുവൻ ഉപയോഗിച്ച് ഞാൻ അവളെ തിരഞ്ഞു. പക്ഷെ എനിക്കവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിഷ്ണുപ്രസാദ്ജിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ താഴേക്ക് വീണു. പ്രിയ അദ്ദേഹത്തിന്റെ സങ്കടം കണ്ട് അല്പം മൗനമായിരുന്നെങ്കിലും അവളുടെ പ്രായോഗിക മനസ്സ് പെട്ടെന്നൊരു കണക്കുകൂട്ടൽ നടത്തി. മകൾ നഷ്ടപ്പെട്ടു പോയതാണ്. അവൾ തിരികെ വരാൻ സാധ്യതയില്ലെങ്കിൽ ഈ കാണുന്ന കോടാനുകോടി സ്വത്തുകൾ മുഴുവൻ ആർക്ക് ലഭിക്കും? ആ സമയത്ത് അവിടെയുള്ള പ്രായമായൊരു വേലക്കാരൻ ഒരു വെള്ളിട്രേയിൽ കുടിവെള്ളവുമായി വന്നു. സാഹബ്, ഇന്ന് നിങ്ങളെ ഇത്രയും സന്തോഷത്തോടെയും ആശ്വാസത്തോടെയും കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒടുവിൽ കേട്ടതുപോലെ തോന്നുന്നു. വിഷ്ണുപ്രസാദ്ജി പ്രിയയെ നോക്കി പറഞ്ഞു. ദൈവം എന്താണ് എനിക്കായി കരുതിവച്ചിരിക്കുന്നതെന്ന് വരും ദിനങ്ങളിൽ സമയവും കാലവും തെളിയിക്കും. അദ്ദേഹം പ്രിയയെ അകത്തെ വലിയ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മനോഹരമായി കൊത്തുപണി ചെയ്ത ഒരു ചെറിയ മരപ്പെട്ടി മേശപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം അത് തൊട്ടുകൊണ്ടു പറഞ്ഞു, ഈ ചെറിയ പെട്ടിയിലാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മകൾ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്. എന്റെ പരേധിയായ ഭാര്യ എഴുതിയ പഴയ കത്തുകൾ, എന്റെ മകളുടെ ചെറിയ കളിപ്പാട്ടങ്ങൾ, ഞാൻ ഇതുവരെ ഈ ലോകത്ത് ആരോടും പറയാത്ത ചില രഹസ്യങ്ങളും സത്യങ്ങളും ഇതിലുണ്ട്. എനിക്കാ പെട്ടി തുറന്ന് അതിനുള്ളിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുമോ? പ്രിയ ആകാംക്ഷയോടെ ചോദിച്ചു. വിഷ്ണുപ്രസാദ്ജി പ്രിയയുടെ കണ്ണുകളിലേക്ക് സൂക്ഷ്മമായി നോക്കി പറഞ്ഞു, തീർച്ചയായും കാണിക്കാം. പക്ഷെ അതിനൊരു നിബന്ധനയുണ്ട്. എന്റെ കയ്യിൽ ഈ കാണുന്ന പണമോ വലിയ ഹവേലിയോ മറ്റു സ്വത്തുക്കളോ ഒന്നുമില്ലായിരുന്നെങ്കിൽ, ഞാൻ ഏതെങ്കിലും ഒരു സാധാരണ തെരുവിൽ ജീവിക്കുന്ന സാധുവായ മനുഷ്യനായിരുന്നെങ്കിൽ, നീ ഇപ്പോഴും എന്റെ ഈ നിർദ്ദേശത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ചോ ചിന്തിക്കുമായിരുന്നോ? സത്യം പറയണം. പ്രിയ അല്പം മടിച്ചുനിന്നു. അവൾ തികച്ചും നയതന്ത്രികപരമായി മറുപടി നൽകാൻ ശ്രമിച്ചു. ഞാൻ മനുഷ്യത്വത്തിനും വ്യക്തികൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന ആളാണെങ്കിൽ, എന്നാൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ സമൂഹത്തിൽ ജീവിക്കാനും ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാനും പണം അത്യാവശ്യമാണ്. അതിനാൽ ഇവ രണ്ടും എനിക്ക് ഒരുപോലെ പ്രധാനമാണ്. അദ്ദേഹം ഒരു ചെറിയ പുഞ്ചിരിയോടെ തലയാടി. ശരി, അപ്പോൾ നിന്റെ ഉത്തരം ഇപ്പോഴും പൂർണ്ണമല്ല. പക്ഷെ വിഷമിക്കണ്ട, തികച്ചും പൂർണ്ണമായ ഉത്തരം ഉടൻ തന്നെ എനിക്ക് ലഭിക്കും. ഈ മരപ്പെട്ടി എന്റെ ഉള്ളിലെ വേദനയും യാഥാർത്ഥ്യവും ആത്മാർത്ഥമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആ പെൺകുട്ടിയുടെ മുന്നിൽ മാത്രമേ തുറക്കപ്പെടുകയുള്ളൂ. തുടർന്ന് അവർ ഉച്ചഭക്ഷണത്തിനായി വലിയ ഡൈനിംഗ് ടേബിളിലിരുന്നു. ഇത്രയും വലിയ കൊട്ടാരം പോലെയുള്ള വീടായിരുന്നിട്ടും മേശപ്പുറത്ത് വിളമ്പിയ ഭക്ഷണം വളരെ ലളിതമായ ഒന്നായിരുന്നു. അധുകത്ത് ഭക്ഷണം നോക്കുന്നത് കണ്ട വിഷ്ണുപ്രസാദ്ജി പറഞ്ഞു, ദാരിദ്ര്യവും വിശപ്പും എന്താണെന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ട് അനുഭവിച്ചറിഞ്ഞവനെ ഭക്ഷണത്തിന്റെ യഥാർത്ഥ വില മനസ്സിലാക്കാൻ സാധിക്കുമോളെ. വലിയ ഏകാന്തത അനുഭവിച്ച ഒരു മനുഷ്യന് വലിയ ബഹളങ്ങളെക്കാൾ പ്രിയം ശാന്തതയോടായിരിക്കും എപ്പോഴും. അതുപോലെ സ്വന്തം രക്തത്തെ നഷ്ടപ്പെട്ടവന് പുറം ലോകത്തെ വലിയ കാണാക്കാഴ്ചകളോ പ്രകടനങ്ങളോ ഒരിക്കലും ആകർഷിക്കില്ല. ഭക്ഷണത്തിനു ശേഷം അവർ പൂന്തോട്ടത്തിലൂടെ പതുക്കെ നടന്നു. പെട്ടെന്ന് പൂന്തോട്ടത്തിന്റെ ഒരു വശത്തുനിന്നും കുരുന്നുകളുടെ സന്തോഷത്തോടെയുള്ള ബഹളവും ചിരിയും കേട്ടു. പാവപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ച കുറെ ചെറിയ കുട്ടികൾ ഓടിവന്ന് വിഷ്ണുപ്രസാദ്ജിയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു. മുത്തശ്ശ, നോക്കൂ, ഞാൻ നിങ്ങൾക്കായി കടലാസുകൊണ്ടൊരു ചെറിയ പൂവുണ്ടാക്കിയിട്ടുണ്ട്. ഇത് മനോഹരമായിട്ടുണ്ടോ? ഒരു ചെറിയ പെൺകുട്ടി അത് അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ചോദിച്ചു. അദ്ദേഹം ആ കുഞ്ഞിനെ വലിയ വാത്സല്യത്തോടെ ചേർത്തു പിടിച്ചു തഴുകി. വളരെ മനോഹരമായിരിക്കുന്നു മോളെ. നീ ഇന്നത്തെ എന്റെ ദിവസത്തെ തന്നെ വലിയ വർണ്ണാഭയമായൊന്നാക്കി മാറ്റി. പ്രിയ അത്ഭുതത്തോടെ ആ കുട്ടികളെ നോക്കി ചോദിച്ചു, ഇവർ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കളുടെ മക്കളാണോ അങ്കിൾ? അല്ല മോളെ,
ഇവർ ഈ സമീപത്തുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളാണ്. അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു. എല്ലാ ഞായറാഴ്ചയും ഇവർ ഇവിടെ വരും. ചിലർ പഠിക്കാൻ, ചിലർ കളിക്കാൻ, ചിലർക്കെന്നിലൊരു മുത്തശ്ശനെ കാണാൻ. ഇവരുടെ ഈ നിഷ്കളങ്കമായ പുഞ്ചിരി കാണുമ്പോൾ എന്റെ ഈ വലിയ വീട് ശൂന്യമല്ലെന്നെനിക്ക് തോന്നു. പ്രിയ ആ വിശാലമായ പൂന്തോട്ടത്തിലേക്കും വലിയ ഹവേലിയിലേക്കും നോക്കി മനസ്സിൽ വീണ്ടും കണക്കുകൂട്ടി. ഞാൻ ഇദ്ദേഹത്തിന്റെ നിർദ്ദേശം സ്വീകരിച്ചാൽ കുറച്ചുകാലത്തിനു ശേഷം ഈ കാണുന്ന കൊട്ടാരവും പൂന്തോട്ടവും സകല സ്വത്തുക്കളും പൂർണ്ണമായി എന്റേതായി മാറും. നടത്തത്തിന്റെ ഇടയിൽ അദ്ദേഹം ഹവേലിയുടെ മുകൾനിലയിലുള്ള ഒരു പ്രത്യേക മുറിയുടെ മുന്നിലെത്തി. ആ മുറിയുടെ വാതിലിൽ വലിയൊരു പഴയ പൂട്ടും ചങ്ങലയും ഇട്ടിട്ടുണ്ട്. അതുകണ്ട് പ്രിയ ചോദിച്ചു, ഈ മുറിയിൽ എന്താണെങ്കിൽ ഇതിലെന്തെങ്കിലും പ്രത്യേക ഓർമ്മകൾ സൂക്ഷിച്ചിട്ടുണ്ടോ? വിഷ്ണുപ്രസാദ്ജി ആ പൂട്ടിൽ പതുക്കെ തൊട്ടുകൊണ്ട് പറഞ്ഞു, ഈ മുറിയുടെ വാതിൽ കഴിഞ്ഞ 20 വർഷമായി ആരും തുറന്നിട്ടില്ല. എന്റെ മകൾ എന്നെങ്കിലും ഈ വീട്ടിലേക്ക് തിരികെ വരുന്ന അന്നു മാത്രമേ ഈ പൂട്ടഴിക്കുകയുള്ളൂ. അവൾക്കായുള്ള സകലതും ഇതിലുണ്ട്. ഒരുപക്ഷെ അവൾ ഇനി ഒരിക്കലും തിരികെ വന്നില്ലെങ്കിലോ? പ്രതീക്ഷകൾ എന്നു പറയുന്നത് വാതിലുകൾ പൂട്ടുമ്പോൾ അവസാനിക്കുന്നതൊന്നല്ല മോളെ. ഉള്ളിൽ ശ്വാസമുള്ളിടത്തോളം കാലം ആ കാത്തിരിപ്പും പ്രതീക്ഷയും ഉണ്ടായിരിക്കും. അത്രയും പറഞ്ഞ് അദ്ദേഹം വിദൂരത്തിലേക്ക് നോക്കി നിന്നു. വിഷ്ണുപ്രസാദ്ജിയുടെ അടച്ചിട്ട ആ വലിയ മുറിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ പ്രിയയുടെ മനസ്സിൽ ചോദ്യങ്ങളുടെ വലിയൊരു നിര തന്നെയുണ്ടായിരുന്നു. അപ്പോഴാണ് ഇടനാഴിയിലൂടെ തികഞ്ഞ ഗൗരവമുള്ള ഒരു ചെറുപ്പക്കാരൻ കയ്യിൽ കുറെ ലീഗൽ ഫയലുകളുമായി അങ്ങോട്ട് നടന്നുവന്നത്. വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും ഒരു അഭിഭാഷകന്റെയോ ഉയർന്ന ഉദ്യോഗസ്ഥന്റെയോ പ്രൗഢി അവനിലുണ്ടായിരുന്നു. നമസ്കാരം ബാബുജി, അവൻ വിഷ്ണുപ്രസാദ്ജിയെ വണങ്ങിക്കൊണ്ടു പറഞ്ഞു. നിങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ട പ്രമാണങ്ങളുടെയും ചാരിറ്റി ട്രസ്റ്റിന്റെയും മുഴുവൻ രേഖകളും ഞാൻ തയ്യാറാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഒപ്പു മാത്രം മതിയാകും. വിഷ്ണുപ്രസാദ്ജി തന്റെ കയ്യിലിരുന്ന വടി വശത്തേക്ക് വെച്ച് പ്രിയയെ നോക്കി പുഞ്ചിരിച്ചു. പ്രിയ, പരിചയപ്പെടൂ, ഇതാണ് ആലവ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്റെ സകല കാര്യങ്ങളും നോക്കി നടത്തുന്ന വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള കൈകളിലൊന്നാണിത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സുപ്രധാനമായ തീരുമാനത്തിൽ ആരവിന് വലിയൊരു പങ്കുണ്ട്. പ്രിയ അല്പം സംശയത്തോടെയും ജാഗ്രതയോടെയും ആരവിനെ നോക്കി. ആരാണിയാൾ? രക്തബന്ധമില്ലാത്ത ഒരാൾക്ക് ഈ വലിയ കുടുംബത്തിലെ സ്വത്തുക്കളുടെ കാര്യത്തിൽ എന്തു പങ്കാണുള്ളത്? എന്റെ വഴിയിൽ ഇയാൾ ഒരു തടസ്സമാകുമോ? പ്രിയ മനസ്സിൽ കണക്കുകൂട്ടി. ആരവ് പ്രിയയെ നോക്കി തികഞ്ഞ ബഹുമാനത്തോടെ സംസാരിച്ചു. നമസ്കാരം ഡോക്ടർ പ്രിയ. ബാബുജിയുമായി എനിക്ക് യാതൊരു രക്തബന്ധവുമില്ല. എന്നാൽ ഒരു അനാഥനായിരുന്ന എന്നെ തണൽ നൽകി വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് അദ്ദേഹമാണ്. എന്നെ ഒരു മകനെപ്പോലെയാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന്റെ നിയമപരമായ കാര്യങ്ങളിലും സ്വത്തുക്കളുടെ മേൽനോട്ടത്തിലും സഹായിക്കുക എന്നത് എന്റെ ചുമതലയാണ്. ആരവിന്റെ വാക്കുകളിലെ ആത്മാർത്ഥത പ്രിയ ശ്രദ്ധിച്ചു. ആ സമയം വിഷ്ണുപ്രസാദ്ജി വരാന്തയിലെ വിശാലമായ കസേരയിലേക്കിരുന്ന് പ്രിയയോട് പറഞ്ഞു. മോളെ പ്രിയ, ഇന്ന് ഞാൻ നിന്റെ മുന്നിൽ വിവാഹത്തെക്കുറിച്ചോ എന്റെ സ്വത്തുക്കളെക്കുറിച്ചോ ഉള്ള ഉറപ്പുകളൊന്നും തരില്ല. പകരം വളരെ ലളിതമായൊരു നിബന്ധന മുന്നോട്ടു വയ്ക്കുകയാണ്. നിനക്കിത് സമ്മതമാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ. പ്രിയ ആകാംക്ഷയോടെ ചോദിച്ചു. എന്താണ് അങ്കിൾ ആ നിബന്ധന? പറയൂ. വരുന്ന 30 ദിവസങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും നീ നിന്റെ തിരക്കുകൾ മാറ്റിവെച്ച് ഈ ഹവേലിയിൽ വരണം. ഇവിടെ വരുന്ന പാവപ്പെട്ട കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കണം. അവരെ കേൾക്കണം, എന്നോട് സംസാരിക്കണം. ഈ വീടിന്റെ അന്തരീക്ഷവും ഇവിടുത്തെ മനുഷ്യരെയും പൂർണ്ണമായി മനസ്സിലാക്കണം. എന്നാൽ ഓർക്കുക, ഈ 30 ദിവസങ്ങളിൽ നമ്മൾ തമ്മിൽ വിവാഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ സ്വത്തുക്കളുടെ ഉടമസ്ഥതയെക്കുറിച്ചോ യാതൊരുവിധ സംസാരങ്ങളും പാടില്ല. ഈ 30 ദിവസങ്ങൾക്ക് ശേഷവും നിന്റെ തീരുമാനം മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ ഞാൻ നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകാം. 30 ദിവസമോ? പ്രിയ അല്പം അക്ഷമയോടെ ചോദിച്ചു. ഇത്രയും നീണ്ടതൊരു കാത്തിരിപ്പിന്റെ ആവശ്യമെന്താണ് അങ്കിൾ? ഒരു തീരുമാനമെടുക്കാൻ മണിക്കൂറുകൾ പോരെ? അപ്പോൾ ആരവിടപെട്ട് ശാന്തമായി പറഞ്ഞു. ഡോക്ടർ സാഹിബ, ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ മാറ്റിമറിക്കുന്ന കോടികളുടെ ഭാവി നിശ്ചയിക്കുന്ന തീരുമാനങ്ങൾക്ക് വെറും 30 ദിവസം നൽകുന്നത് വലിയൊരു തടസ്സമാണോ? ബാബുജിക്ക് നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇവിടുത്തെ ജീവിതവും മനസ്സിലാകണം. പ്രിയ അല്പം ചിന്തിച്ച ശേഷം ആ നിബന്ധന അംഗീകരിച്ചു. വരും ഞായറാഴ്ചകളിൽ അവൾ കൃത്യമായി ഹവേലിയിലെത്താൻ തുടങ്ങി. ആദ്യത്തെ ചില ദിവസങ്ങളിൽ അവൾക്കവിടുത്തെ കാര്യങ്ങൾ ഒരു കടമ പോലെ ആയിരുന്നെങ്കിലും പതുക്കെ പതുക്കെ അവൾ ആ അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞു ചേരാൻ തുടങ്ങി. അങ്ങനെയൊരു ഞായറാഴ്ച പൂന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ അടുത്ത് പ്രിയ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ പെൺകുട്ടി പ്രിയയുടെ കയ്യിൽ പിടിച്ച് നിഷ്കളങ്കമായി ചോദിച്ചു. ഡോക്ടർ ദീദി, എല്ലാവരും പറയുന്നത് ഡോക്ടർമാർ രോഗം മാറ്റുമെന്നാണ്. പക്ഷേ ഞങ്ങളുടെ മനസ്സിന്റെ ഭയം മാറ്റാൻ നിങ്ങൾക്ക് കഴിയുമോ? എനിക്ക് അമ്മയും അച്ഛനുമില്ല. രാത്രികളിൽ വലിയ ഏകാന്തതയും ഭയവും തോന്നും. ആ കുഞ്ഞിന്റെ വാക്കുകൾ പ്രിയയുടെ ഹൃദയത്തിൽ തറഞ്ഞു. ആഡംബരത്തിനും പണത്തിനുമപ്പുറം മനുഷ്യമനസ്സുകൾ അനുഭവിക്കുന്ന വലിയൊരു ശൂന്യത അവൾക്കു മുന്നിൽ വെളിപ്പെടുകയായിരുന്നു.
അതിനിടയിൽ പൂന്തോട്ടത്തിലെ ചെടികൾക്ക് തനിയെ വെള്ളമൊഴിക്കുന്ന വിഷ്ണുപ്രസാദ്ജിയെ പ്രിയ കണ്ടു. അത്രയും വലിയ കോടീശ്വരനായിട്ടും ഒട്ടനവധി വേലക്കാരുണ്ടായിട്ടും അദ്ദേഹം തനിയെ ജോലി ചെയ്യുന്നത് കണ്ട പ്രിയ ആരവിനോട് ചോദിച്ചു, ഇത്രയും വലിയ സമ്പത്തുള്ള ഒരാൾ എന്തിനാണ് ഈ പ്രായത്തിലും ഇതൊക്കെ തനിയെ ചെയ്യുന്നത്? ഇതെല്ലാം ചെയ്യാൻ ഇവിടെ ആളുകളില്ലേ? ആരവ് ഒരു നെടുവീർപ്പോടെ മറുപടി നൽകി, കാരണം ബാബുജിക്ക് ഒരിക്കലും ഒരു യജമാനൻ അല്ലെങ്കിൽ മുതലാളിയായി ജീവിക്കാൻ ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും മറ്റുള്ളവർക്ക് സ്വന്തം ഒരാളാകാനാണ് ആഗ്രഹിച്ചത്. അധികാരം കാണിക്കുന്നതിനേക്കാൾ സേവനം ചെയ്യുന്നതിലാണ് ആശ്വാസം കണ്ടെത്തുന്നത്. പെട്ടെന്നാണ് ഹവേലിക്കുള്ളിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടത്. വൃദ്ധനായ വേലക്കാരൻ പഴയ അലമാരകൾ വൃത്തിയാക്കുന്നതിനിടയിൽ കാലപ്പഴക്കം നേർന്ന ഒരു വലിയ മരപ്പെട്ടി അബദ്ധത്തിൽ താഴെ വീണു. പെട്ടി തുറന്ന് അതിനുള്ളിലുണ്ടായിരുന്ന പഴയ സാധനങ്ങളും കടലാസുകളും തറയിൽ ചിതറി വീണു. പ്രിയ അങ്ങോട്ട് ഓടിച്ചെന്നു. സാധനങ്ങൾക്കിടയിൽ കിടന്ന മങ്ങിയ ഒരു പഴയ ഫോട്ടോ പ്രിയയുടെ കണ്ണിൽപ്പെട്ടു. അവൾ അത് കയ്യിലെടുത്തു, നോക്കി. ഫോട്ടോയിൽ തെളിഞ്ഞുനിന്ന ആ ചെറിയ പെൺകുട്ടിയുടെ രൂപവും അവളുടെ കഴുത്തിലുണ്ടായിരുന്ന പ്രത്യേക ഡിസൈനിലുള്ള ഒരു വെള്ളിക്കൊലുസും മാലയും കണ്ടപ്പോൾ പ്രിയയുടെ ശ്വാസം നിലച്ചുപോയി. അവളുടെ കൈരൽ വിറയ്ക്കാൻ തുടങ്ങി. ഹൃദയമിടിപ്പ് അതിവേഗത്തിലായി. താൻ എവിടെയോ എപ്പോഴോ കണ്ടുമറന്ന ഏതോ ഒരു ഓർമ്മ ആ ചിത്രത്തിൽ നിന്നും അവളെ വേട്ടയാടാൻ തുടങ്ങി. എന്തുപറ്റി ഡോക്ടർ പ്രിയ? പെട്ടെന്ന് വന്നെത്തിയ ആരവ് ചോദിച്ചു. നിങ്ങളുടെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രിയ ധൃതിയിൽ ആ ഫോട്ടോ തറയിലേക്ക് തന്നെ വെച്ച് പരിഭ്രമം മറയ്ക്കാൻ ശ്രമിച്ചു. ഏയ്, ഒന്നുമില്ല ആരവ്, എനിക്ക് പെട്ടെന്ന് തലചുറ്റൽ പോലെ തോന്നി. ചില പഴയ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് പരിചിതമായ മുഖങ്ങൾ പോലെ തോന്നാറില്ലേ, അതുമാത്രമാണ്. ആ സമയം അങ്ങോട്ട് വന്ന വിഷ്ണുപ്രസാദ്ജി തറയിൽ കിടന്ന ആ ചിത്രം വളരെ വാത്സല്യത്തോടെ കയ്യിലെടുത്തു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഇതെന്റെ മകളുടെ അവസാനത്തെ ചിത്രമാണ് മോളെ. മേളയിൽ പോകുന്നതിന്റെ തലേദിവസം ഞാൻ തന്നെ എടുത്ത ഫോട്ടോയാണ്. ഫോട്ടോയുടെ മിക്ക ഭാഗങ്ങളും നശിച്ചുപോയി. എങ്കിലും എന്റെ മകളുടെ ഒരേയൊരു അടയാളമായി ഞാനിത് ശ്വാസം പോലെ സൂക്ഷിക്കുന്നു. ആ ചിത്രത്തിലെ പെൺകുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയിലേക്ക് പ്രിയ വീണ്ടും നോക്കി. ആ പ്രത്യേക ഡിസൈൻ അവൾക്ക് ഏതോ സ്വപ്നത്തിലെന്ന പോലെ ഓർമ്മ വന്നു. അന്ന് വൈകുന്നേരം തിരികെ ഇറങ്ങാൻ നേരം വിഷ്ണുപ്രസാദ്ജി അവളെ യാത്രയാക്കാൻ വാതിൽക്കൽ വന്നു. അദ്ദേഹം പ്രിയയുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു ചോദ്യം ചോദിച്ചു. പ്രിയ, അടുത്ത ഞായറാഴ്ച വരുന്നതിനു മുൻപ് നീ നിന്റെ ഹൃദയത്തോടൊരൊറ്റ ചോദ്യം ചോദിക്കണം. എന്റെ ഈ കാണുന്ന ബംഗ്ലാവോ ബാങ്ക് ബാലൻസോ സ്വത്തുക്കളോ ഒന്നും എനിക്കില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോഴും എന്റെ കൂടെ ഇരുന്ന് ഇത്രയും സമയം സംസാരിക്കുമായിരുന്നോ? ഈ ചോദ്യത്തിന് മറുപടി എനിക്ക് തരേണ്ടതില്ല. ആദ്യം നിന്റെ സ്വന്തം മനസാക്ഷിയോട് പറയുക. ആ ചോദ്യം പ്രിയയുടെ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. അന്ന് രാത്രി വീട്ടിലെത്തിയ പ്രിയയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സിൽ നിറയെ ആ ഫോട്ടോയും വിഷ്ണുപ്രസാദ്ജിയുടെ വാക്കുകളുമായിരുന്നു. അവൾ നേരെ തന്റെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. അമ്മ കട്ടിലിലിരുന്നു വായിക്കുകയായിരുന്നു. പ്രിയ അമ്മയുടെ അരികിൽ വന്നിരുന്നു. അവളുടെ ശബ്ദത്തിൽ വലിയൊരു ആകുലതയുണ്ടായിരുന്നു. അമ്മേ, എനിക്കിപ്പോൾ തന്നെ ഒരു കാര്യം അറിയണം. ചെറുപ്പത്തിൽ ഞാൻ എങ്ങനെയെല്ലാമാണ് വളർന്നതെന്ന കഥകളല്ലാതെ എന്റെ ജനനത്തെക്കുറിച്ചോ കുട്ടിക്കാലത്തെക്കുറിച്ചോ ഉള്ള പൂർണ്ണ വിവരങ്ങൾ എന്നോടെന്തുകൊണ്ടാണ് അമ്മ ഇതുവരെ പറയാതിരുന്നത്? അമ്മ പുസ്തകം മടക്കിവെച്ച് പ്രിയയെ അത്ഭുതത്തോടെ നോക്കി. അമ്മയുടെ മുഖത്തെ പെട്ടെന്ന് വലിയൊരു പരിഭ്രമവും ഭയവും പടർന്നുപിടിച്ചു. അമ്മ മകളുടെ കൈകൾ ചേർത്തുപിടിച്ചു. മോളെ, ഞങ്ങൾ നിന്നോടൊരിക്കലും കള്ളം പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എല്ലാ സത്യങ്ങളും പറയാൻ ഒരു ശരിയായ സമയം ആവശ്യമാണ്. നീ ഞങ്ങളുടെ സ്വന്തം മകൾ തന്നെയാണ് പ്രിയ, ഹൃദയത്തിൽ കൂടി. പക്ഷേ ജന്മം കൊണ്ട് നീ എന്റെ വയറ്റിൽ ജനിച്ച മകളല്ല. പ്രിയ അക്ഷരാർത്ഥത്തിൽ തരിച്ചുപോയി. അമ്മേ, എന്താണീ പറയുന്നത്? 20 വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ ഉത്സവപ്പറമ്പിനു പുറത്ത് ആരുമില്ലാതെ കരഞ്ഞുകൊണ്ടിരുന്ന നിലയിലാണ് നിന്നെ ഞങ്ങൾ കണ്ടെത്തിയത്. ഞങ്ങൾ അന്ന് നിന്റെ രക്ഷിതാക്കളെ കണ്ടെത്താൻ ഒത്തിരി തിരഞ്ഞു. അനൗൺസ്മെന്റുകൾ നടത്തി പോലീസിൽ വിവരമറിയിച്ചു. പക്ഷെ ആരും നിന്നെ തേടി വന്നില്ല. അങ്ങനെ ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ മകളായി ദത്തെടുത്തു. അന്ന് നിന്റെ കഴുത്തിലൊരു പ്രത്യേക മാലയുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ അലമാര തുറന്ന് പഴയൊരു ചെറിയ പെട്ടി പുറത്തെടുത്തു. അതിനുള്ളിൽ നിന്നും തിളങ്ങുന്ന ആ പഴയ മാല പ്രിയയുടെ കൈയിലേക്ക് വെച്ചുകൊടുത്തു. ആ മാല കണ്ട പ്രിയയുടെ കൈയിൽ നിന്നും അത് താഴേക്ക് വീഴാൻ പോയിരുന്നു. വിഷ്ണുപ്രസാദ്ജിയുടെ മകളുടെ ഫോട്ടോയിൽ കണ്ട അതേ മാലയായിരുന്നു അത്. താൻ ഇത്രയും നാൾ പണത്തോടുള്ള ആർത്തി കാരണം അടുക്കാൻ ശ്രമിച്ച ആ വൃദ്ധനായ മനുഷ്യൻ മറ്റാരുമല്ല. 20 വർഷമായി തന്നെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന തന്റെ സ്വന്തം അച്ഛനാണെന്ന യാഥാർത്ഥ്യം അവളുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒരിടിമിന്നൽ പോലെ പതിച്ചു. അടച്ചിട്ടിരുന്ന ആ പഴയ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടതോടെ വിഷ്ണുപ്രസാദ് ജിയുടെ ജീവിതത്തിലെ ഇരുണ്ട ഏകാന്തതയുടെ കാലഘട്ടം പൂർണ്ണമായും അവസാനിക്കുകയായിരുന്നു. തന്റെ കുട്ടിക്കാലത്തെ കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും നിറഞ്ഞ ആ മുറിയിൽ നിൽക്കുമ്പോൾ പ്രിയയ്ക്ക് അനുഭവപ്പെട്ടത് വാക്കുകൾക്കതീതമായ ഒരു ശാന്തതയായിരുന്നു.
ഇത്രയും നാൾ തന്റെ ഉള്ളിൽ തിളച്ചുമറിഞ്ഞിരുന്ന പണത്തോടുള്ള ആർത്തിയും സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഭയവും അപ്രത്യക്ഷമായി. പകരം അച്ഛന്റെ തണലും സ്നേഹവും മാത്രമായി അവളുടെ ലോകം മാറി. അടുത്ത ദിവസങ്ങളിൽ തന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പ്രിയ തയ്യാറായി. അവൾ തന്റെ വളർത്തച്ഛനെയും അമ്മയെയും ഹവേലിയിലേക്ക് ക്ഷണിച്ചുവരുത്തി. വിഷ്ണുപ്രസാദ് ജി അവരെ രണ്ടുപേരെയും വളരെ ബഹുമാനത്തോടെയും നന്ദിയോടെയും സ്വീകരിച്ചു. എന്റെ കുഞ്ഞിനെ ഇത്രയും കാലം ഒരു കുറവും വരുത്താതെ നല്ലൊരു ഡോക്ടറാക്കി മാറ്റിയത് നിങ്ങളാണ്. വളർത്തച്ഛന്റെ കൈകൾ പിടിച്ച് വിഷ്ണുപ്രസാദ് ജി വികാരാധീനനായി പറഞ്ഞു. ഈ കുഞ്ഞിന്റെ മേലുള്ള നിങ്ങളുടെ അവകാശം എന്നത്തേക്കാളും വലുതാണ്. ഇനി നമ്മൾ രണ്ട് കുടുംബമല്ല, ഒരൊറ്റ കുടുംബമാണ്. പ്രിയ തന്റെ ഡോക്ടർ ജോലി ഉപേക്ഷിച്ചില്ല. കാരണം പണം സമ്പാദിക്കുക എന്നതിനേക്കാൾ ഉപരി മനുഷ്യരെ സേവിക്കുക എന്നതാണ് ഒരു ഡോക്ടറുടെ യഥാർത്ഥ ധർമ്മമെന്ന് അവൾക്ക് അച്ഛനിൽ നിന്നും മനസ്സിലായിരുന്നു. പകൽ സമയം അവൾ ആശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിച്ചു. വൈകുന്നേരങ്ങളിൽ ഹവേലിയിലെത്തി അച്ഛനോടൊപ്പം സമയം ചിലവഴിച്ചു. ഒരു ഞായറാഴ്ച ഡോക്ടറുടെ കൂട്ടുകാരി നേഹ പ്രിയയെ കാണാനായി ഹവേലിയിലെത്തി. അവിടെ പൂന്തോട്ടത്തിൽ പാവപ്പെട്ട കുട്ടികളോടൊപ്പം കളിച്ചു ചിരിക്കുന്ന പ്രിയയെ കണ്ട നേഹ അത്ഭുതപ്പെട്ടു. നേഹ പ്രിയയുടെ അടുത്തേക്ക് നടന്നുവന്ന് പതുക്കെ വിളിച്ചു. ആദ്യം ഈ വാർത്ത കേൾക്കാൻ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നീ ഇത്രയും വലിയൊരു കോടീശ്വരന്റെ സ്വന്തം മകളാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് അസൂയ തോന്നേണ്ടതായിരുന്നു. പക്ഷെ നിന്റെ മുഖത്തെ ഈ മാറ്റം കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. പണത്തിന്റെ പ്രൗഢിയേക്കാൾ സന്തോഷം നിന്റെ കണ്ണുകളിൽ ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. പ്രിയ നേഹയുടെ കൈകൾ ചേർത്തു പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. നേഹ, പണം കൊണ്ട് നമുക്ക് വില കൂടിയ വസ്തുക്കളും സൗകര്യങ്ങളും വാങ്ങാൻ കഴിഞ്ഞേക്കാം. എന്നാൽ എന്റെ അച്ഛൻ ഇത്രയും വർഷം അനുഭവിച്ച ഏകാന്തത മാറ്റാൻ അദ്ദേഹത്തിന്റെ കോടികളുടെ സ്വത്തിന് കഴിഞ്ഞിരുന്നില്ല. സ്വന്തം രക്തവും ആത്മാർത്ഥമായ ബന്ധങ്ങളും തിരികെ കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന് ജീവൻ തിരികെ കിട്ടിയത്. പണത്തേക്കാൾ വലിയ ധനം നമ്മുടെ ബന്ധങ്ങളും സത്യസന്ധമായ പ്രണയവും കുടുംബത്തിന്റെ ആത്മാർത്ഥമായ കൂട്ടുമാണെന്ന് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നും പഠിച്ചു. ആ സമയം ആരവ് അവിടേക്ക് കുറേ പുസ്തകങ്ങളും പഠന ഉപകരണങ്ങളുമായി വന്നു. വിഷ്ണുപ്രസാദ് ജിയുടെ ട്രസ്റ്റിനു കീഴിൽ പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു പുതിയ സ്കൂളും സൗജന്യ മെഡിക്കൽ ക്ലിനിക്കും ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ. ഡോക്ടർ പ്രിയ, ആരവ് പറഞ്ഞു, ബാബുജിയുടെ സ്വത്തുക്കൾ ഇനി ആഡംബരത്തിനു വേണ്ടിയല്ല ഉപയോഗിക്കുക, പകരം സമൂഹത്തിൽ ആവശ്യമുള്ളവർക്ക് തണലാകാനാണ്. ഇതിന്റെ മേൽനോട്ടം വഹിക്കാൻ നിങ്ങളെക്കാൾ യോഗ്യരായ മറ്റാരുമില്ല. പ്രിയ ആ ദൗത്യം സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഹവേലിയിലെ വലിയ പൂന്തോട്ടം ഇപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും കുട്ടികളുടെ കളിച്ചിരികളാൽ സജീവമായി. വിഷ്ണുപ്രസാദ് ജി ഒരു വശത്തിരുന്ന് കുട്ടികൾക്ക് കഥകൾ പറഞ്ഞുകൊടുക്കുമ്പോൾ പ്രിയ അവർക്ക് സൗജന്യമായി മെഡിക്കൽ പരിശോധനകൾ നടത്തുകയും മരുന്നുകൾ നൽകുകയും ചെയ്തു. അന്നൊരു വൈകുന്നേരം സൂര്യാസ്തമയത്തിന്റെ ഭംഗി ആസ്വദിച്ച് ഹവേലിയുടെ വരാന്തയിലിരിക്കുമ്പോൾ വിഷ്ണുപ്രസാദ് ജി പ്രിയയുടെ തലയിൽ പതുക്കെ തഴകി പറഞ്ഞു, മോളെ പ്രിയ, മനുഷ്യൻ എപ്പോഴും തന്റെ ആഗ്രഹങ്ങൾക്ക് പുറകെ ഓടുമ്പോൾ യഥാർത്ഥ സന്തോഷം എവിടെയാണെന്ന് മറന്നുപോകുന്നു. ആർത്തി നമ്മെ ലക്ഷ്യത്തിനടുത്തേക്കല്ല കൊണ്ടുപോകുന്നത്, മറിച്ച് നമ്മെ സ്നേഹിക്കുന്നവരിൽ നിന്നും അകറ്റുകയാണ്. ധനത്തേക്കാൾ വലിയ ധനം നല്ല ബന്ധങ്ങൾ, സത്യസന്ധമായ പ്രണയം, കുടുംബത്തിന്റെ ആത്മാർത്ഥമായ കൂട്ടുമാണെന്ന് ഒരാളെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവരുടെ ബാങ്ക് ബാലൻസോ സ്വത്തോ അല്ല നോക്കേണ്ടത്, മറിച്ച് അവരുടെ ഹൃദയവും സ്വഭാവവുമാണ്. പ്രിയ അച്ഛന്റെ തോളിലേക്ക് തല ചായ്ച്ചിരുന്നു. ആശുപത്രിയിൽ വെച്ച് ഒരു ദിവസത്തിന്റെ ടെൻഷൻ തീർക്കാൻ കോടീശ്വരനായ ഭർത്താവിനെ ആഗ്രഹിച്ച ആ പഴയ ഡോക്ടർ പ്രിയ ഇപ്പോഴില്ലായിരുന്നു. പകരം ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയ, അച്ഛന്റെ തണലിൽ സ്നേഹത്തിന്റെ വലിയ ധനം സ്വന്തമാക്കിയ ഒരു മകൾ മാത്രമായിരുന്നു അവിടെ. ഹവേലിയിൽ പരന്ന ശാന്തതയിൽ അച്ഛന്റെയും മകളുടെയും പുഞ്ചിരി പ്രഭാതസൂര്യന്റെ വെളിച്ചം പോലെ ശോഭിച്ചു. കയ്യിലിരിക്കുന്ന ആ പഴയ മാലയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പ്രിയയുടെ ലോകം പൂർണ്ണമായി തകിടം മറിഞ്ഞിരുന്നു. ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെടും വിധം വലിയൊരു വൈകാരിക തരംഗം അവളുടെ ഉള്ളിൽ ആഞ്ഞടിച്ചു. താൻ ഇത്രയും നാൾ ആശുപത്രിയുടെ വരാന്തകളിലും കൊട്ടാരസമാനമായ ആ ഹവേലിയിലും കണ്ട് വ്യാകുലപ്പെട്ടത്, പണത്തിന്റെ ആഡംബരം കണ്ടു മോഹിച്ചത് മറ്റാരെയുമല്ല, തന്റെ ചോരയായ, തനിക്കായി 20 വർഷം സ്വന്തം ആയുസ്സും കണ്ണീരും നീക്കിവെച്ച് സ്വന്തം പിതാവിനെയാണെന്ന പരമമായ സത്യം അവളെ തകർത്തെറിഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിന്നും അളവറ്റ കണ്ണീർത്തുള്ളികൾ താഴേക്കുറ്റിവീണു. മോളെ പ്രിയ, എന്തുപറ്റി നിനക്ക്? വളർത്തമ്മ ഭയത്തോടെ അവളുടെ തോളിൽ പിടിച്ചു കുലുക്കി. നീ എന്താണൊന്നും മിണ്ടാതെ കരയുന്നത്? ഞങ്ങൾ നിന്നോട് ഈ സത്യം മറച്ചുവെച്ചതിൽ നിനക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ?
അന്ന് നിന്നെ ഒറ്റയ്ക്കാക്കിപ്പോയ ആ കുടുംബത്തെയോർത്ത് നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ? പ്രിയ വളർത്തമ്മയെ വിതുമ്പലോടെ നോക്കി. അവൾക്ക് വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങുന്നതുപോലെ തോന്നി. അല്ല അമ്മേ, പ്രിയ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യവുമില്ല. എന്നെ സ്വന്തം മകളെപ്പോലെ വളർത്തിയതിന് എനിക്ക് നിങ്ങളോട് നന്ദി മാത്രമേയുള്ളൂ. പക്ഷേ എനിക്കൊരു സത്യം ഉടൻ തന്നെ അറിയണം. എന്നെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ വെറുതെ ഇരിക്കാൻ അനുവദിക്കുന്നില്ല. അന്ന് രാത്രി പ്രിയയ്ക്ക് ഒരൊറ്റ നിമിഷം പോലും കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. കണ്ണടയ്ക്കുമ്പോഴെല്ലാം വിഷ്ണുപ്രസാദ് ജിയുടെ നിസ്സഹായമായ കണ്ണുകളും പൂട്ടിയിട്ട ആ മുറിയും പൂന്തോട്ടത്തിൽ വെച്ച് അദ്ദേഹം തന്നോട് ചോദിച്ച ചോദ്യങ്ങളുമായിരുന്നു മനസ്സിൽ നിറഞ്ഞത്. സ്വത്തുക്കളൊന്നുമില്ലായിരുന്നെങ്കിൽ നീ എന്റെ കൂടെ ഇത്രയും സമയം ചെലവഴിക്കുമായിരുന്നോ എന്ന അച്ഛന്റെ ചോദ്യം ഒരു മൂർച്ചയുള്ള അമ്പുപോലെ അവളുടെ മനസാക്ഷിയെ തുളച്ചുകൊണ്ടിരുന്നു. ദൈവമേ, ഞാൻ എത്ര വലിയ പാപിയാണ്! അവൾ തനിയെ മുറിയിലിരുന്ന് വിങ്ങിപ്പൊട്ടി. അച്ഛന്റെ വലിയ ഏകാന്തതയും മകൾ നഷ്ടപ്പെട്ട വേദനയും കാണാൻ ഞാൻ എന്റെ കണ്ണുകൾ തുറന്നില്ല. എന്റെ കണ്ണുകളെ പണത്തിന്റെ തിളക്കം അന്ധമാക്കിയിരുന്നു. അച്ഛൻ തന്റെ സമ്പത്ത് മുഴുവൻ തരാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിലുണ്ടായത് ആർത്തിയായിരുന്നു. സ്വന്തം പിതാവിന്റെ വേദനയെ ഞാൻ കച്ചവട കണ്ണോടെയാണല്ലോ നോക്കിക്കണ്ടത്. അടുത്ത ഞായറാഴ്ച പുലരാനായി അവൾ ആകുലതയോടെ കാത്തിരുന്നു. സാധാരണ ഞായറാഴ്ചകളിൽ ആഡംബര വസ്ത്രങ്ങൾ അണിഞ്ഞ് അല്പം വൈകി ഹവേലിയിലേക്ക് പോകുന്ന പ്രിയ അന്ന് നേരം വെളുക്കുന്നതിനു മുൻപ് തന്നെ ഇറങ്ങി. ലളിതമായൊരു ചുരിദാർ ധരിച്ച് കയ്യിൽ വളർത്തമ്മ നൽകിയ ആ പഴയ പെട്ടിയും ഭദ്രമായി പിടിച്ച് അവളൊരു ടാക്സി വിളിച്ച് ഹവേലിയിലേക്ക് തിരിച്ചു. രാവിലെ 8 മണി തികയുന്നതിനു മുൻപ് തന്നെ പ്രിയ ഹവേലിയുടെ വലിയ ഗേറ്റുകൾ കടന്ന് അകത്തേക്ക് നടന്നു. പൂന്തോട്ടത്തിൽ രാവിലത്തെ ശാന്തത തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. വേലക്കാരൻ മുറ്റം തൂക്കുന്നതിനിടയിൽ പ്രിയയെ കണ്ട് അത്ഭുതപ്പെട്ടു. ഡോക്ടർ മാഡം, ഇന്ന് ഇത്രയും നേരത്തെ വന്നെത്തിയോ? സാഹിബ് മുകളിലെ വരാന്തയിൽ പത്രവ്യായാമങ്ങളിലാണ്. ഞാൻ പോയി അദ്ദേഹത്തെ വിവരമറിയിക്കാം. വേണ്ട, ഞാൻ തന്നെ മുകളിലേക്ക് പൊയ്ക്കോളാം, പ്രിയ പതുക്കെ പറഞ്ഞു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പടികൾ ഓരോന്നായി കയറി മുകളിലെത്തിയ പ്രിയ കണ്ടത് പ്രഭാതസൂര്യന്റെ വെളിച്ചത്തിൽ ശാന്തനായിരിക്കുന്ന വിഷ്ണുപ്രസാദ് ജിയെയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കപ്പ് ചായയുണ്ടായിരുന്നു. അടുത്തായി ആരവും ചില ആധാര ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രിയയുടെ കാലടി ശബ്ദം കേട്ട് രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞുനോക്കി. പ്രിയ, മോളെ പ്രിയ, ഇത്രയും രാവിലെ നീ ഇവിടെയോ? വിഷ്ണുപ്രസാദ് ജി അത്ഭുതത്തോടെയും വലിയ സന്തോഷത്തോടെയും എഴുന്നേറ്റു. എന്തുപറ്റി മോളെ? നിന്റെ മുഖമെന്താണ് ഒരുപാടധികം വാടിയിരിക്കുന്നത്? നീ കരഞ്ഞിട്ടുണ്ടോ? പ്രിയ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പതുക്കെ നടന്നുചെന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണീരൊഴുകാൻ തുടങ്ങി. അവൾ തന്റെ ബാഗിൽ നിന്നും ആ പഴയ മരപ്പെട്ടി പുറത്തെടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ ആ പെട്ടി തുറന്ന് അതിനുള്ളിലുണ്ടായിരുന്ന വെള്ളമാല പുറത്തെടുത്ത് അച്ഛന്റെ മുന്നിലേക്ക് നീട്ടി. ആ മാല കണ്ട മാത്രയിൽ വിഷ്ണുപ്രസാദ് ജിയുടെ കൈയിലിരുന്ന ചായക്കപ്പ് താഴെ വീണുടഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖത്തെ ശാന്തത മാറി വലിയൊരു വിറയൽ ആ ശരീരത്തിൽ പടർന്നു. അദ്ദേഹം അവിശ്വാസത്തോടെ ആ മാലയിലേക്ക് നോക്കി, പിന്നീട് പ്രിയയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഈ മാല ഇതെവിടെ നിന്ന് കിട്ടി നിനക്ക്? ഇത് ഞാൻ 20 വർഷങ്ങൾക്ക് മുൻപ് എന്റെ കുഞ്ഞു മകൾക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്യിച്ചണിയിച്ച മാലയാണല്ലോ. പ്രിയ, നീ ഇതെവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ആരവും ഇരിപ്പിടത്തിൽ നിന്നും ഞെട്ടലോടെ എഴുന്നേറ്റു. പ്രിയ അച്ഛന്റെ പാദങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തി വീണു. അവളുടെ വിതുമ്പൽ വലിയൊരു പ്രവാഹമായി പുറത്തേക്ക് വന്നു. അച്ഛാ! പ്രിയ ഉച്ചത്തിൽ വിളിച്ചുപോയി. എനിക്ക് കഴിഞ്ഞ ദിവസമാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ ദത്തെടുക്കപ്പെട്ട കുട്ടിയാണെന്ന്. 20 വർഷം മുൻപ് ഒരു വലിയ ഉത്സവപ്പറമ്പിൽ ഒറ്റപ്പെട്ടുപോയ ആ ചെറിയ പെൺകുട്ടി, അത് വേറെ ആരുമല്ല അച്ഛാ, അത് ഞാൻ തന്നെയാണ് അച്ഛാ. വിഷ്ണുപ്രസാദ് ജി അവിടത്തെ സ്ഥാനത്ത് തരിച്ചു നിന്നുപോയി. അദ്ദേഹത്തിന്റെ കാലുകൾ വിറച്ചു. പ്രിയ കരഞ്ഞുകൊണ്ട് തുടർന്നു. അന്നെന്നെ കിട്ടിയ എന്റെ വളർത്തച്ഛനും അമ്മയും എന്നെ പോറ്റി വളർത്തി. അന്നെന്റെ കഴുത്തിലുണ്ടായിരുന്ന ഈ മാല അവർ ഇത്രയും നാൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ഹവേലിയിൽ വെച്ച് കണ്ട ആ പഴയ ചിത്രത്തിലെ മാലയും ഇതും ഒന്നാണെന്ന് കണ്ടപ്പോഴാണ് ഞാൻ യാഥാർത്ഥ്യം അറിഞ്ഞതച്ഛാ. വിഷ്ണുപ്രസാദ് ജി വിറയ്ക്കുന്ന കൈകളോടെ പ്രിയയുടെ മുഖമുയർത്തിപ്പിടിച്ചു. അവളുടെ കണ്ണുകളിലേക്കും നെറ്റിയിലേക്കും അവളുടെ മുഖത്തെ ഓരോ അടയാളങ്ങളിലേക്കും അദ്ദേഹം സൂക്ഷ്മമായി നോക്കി. താൻ കഴിഞ്ഞ 20 വർഷമായി രാത്രിയും പകലും കണ്ണീരോടെ പ്രാർത്ഥിച്ച തന്റെ കുഞ്ഞുമകളുടെ മുഖം തന്റെ കൺമുന്നിൽ. എന്റെ മകൾ, എന്റെ ഗുളിക, എന്റെ കുഞ്ഞ്! വിഷ്ണുപ്രസാദ് ജി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുറക്കെ കരഞ്ഞുപോയി. ആ വലിയ ഹവേലിയുടെ ഇടനാഴികളിൽ 20 വർഷത്തിനുശേഷം ഒരു പിതാവിന്റെ ആനന്ദ കണ്ണീരിന്റെ ശബ്ദം മുഴങ്ങി. ആരവ് അത്ഭുതത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ആ കാഴ്ച നോക്കി നിന്നു. അവന്റെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി.
കുറേ സമയം അച്ഛനും മകളും വിതുമ്പലോടെ പരസ്പരം കെട്ടിപ്പിടിച്ചു നിന്നു. ഒടുവിൽ പ്രിയ പതുക്കെ അച്ഛനിൽ നിന്ന് മാറിയിരുന്നു. അവളുടെ മുഖത്ത് വലിയൊരു പ്രായശ്ചിത്തത്തിന്റെ ഭാവമായിരുന്നു. അച്ഛാ, എന്നോട് ക്ഷമിക്കണം, പ്രിയ തല താഴ്ത്തി വിതുമ്പലോടെ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് ഒരു നല്ല ഉദ്ദേശത്തോടെ ആയിരുന്നില്ല. ഞാൻ വളരെ തെറ്റായൊരു ചിന്തയോടെയാണിവിടെ വന്നത്. ആശുപത്രിയിൽ വെച്ച് നിങ്ങൾ എനിക്ക് വിവാഹാഭ്യർത്ഥന നടത്തുകയും വലിയ സ്വത്തുകൾ തരാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ ഞാൻ അച്ഛന്റെ ഉള്ളിലെ വലിയ ഏകാന്തതയോ അച്ഛൻ അനുഭവിക്കുന്ന വേദനയോ കണ്ടില്ല. ഞാൻ കണ്ടത് ഈ കാണുന്ന കൊട്ടാരവും ബാങ്ക് ബാലൻസും വാഹനങ്ങളും സ്വത്തുക്കളും മാത്രമാണ്. പണത്തോടുള്ള ആർത്തികൊണ്ടാണ് ഞാൻ ഈ ഹവേലിയിലേക്ക് നടന്നുവന്നത്. പ്രിയ അച്ഛന്റെ കൈകൾ ചേർത്തു പിടിച്ചുകൊണ്ട് തുടർന്നു. സമ്പന്നമായൊരു ജീവിതം നയിക്കാൻ, കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നിങ്ങളുടെ പണത്തെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിച്ചു. എന്നാൽ ഇന്നെനിക്ക് മനസ്സിലാകുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനം പണമോ ബംഗ്ലാവോ അല്ല, മറിച്ച് സ്വന്തം കുടുംബവും സ്നേഹവുമാണെന്ന്. സ്വന്തം അച്ഛന്റെ സ്നേഹത്തേക്കാൾ വലിയൊരു സ്വത്തും എനിക്കിനി ഈ ലോകത്ത് വേണ്ട അച്ഛാ. വിഷ്ണുപ്രസാദ്ജി മകളുടെ കവിളിൽ പതുക്കെ തഴുകി വിനയത്തോടെ പുഞ്ചിരിച്ചു. മോളെ പ്രിയ, ഒരു മനുഷ്യൻ തന്റെ തെറ്റ് സ്വയം തിരിച്ചറിയുകയും അത് ആത്മാർത്ഥമായി അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജയം, അദ്ദേഹം ശാന്തമായി പറഞ്ഞു. ഞാൻ നിന്നെ ഈ 30 ദിവസം ഇവിടെ വരുത്തിയത് എന്റെ സ്വത്തുക്കൾ കാണിക്കാനോ പരീക്ഷിക്കാനോ അല്ലായിരുന്നു. എന്റെ പണം കണ്ടല്ല, മറിച്ച് എന്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനസ്സുള്ള പെൺകുട്ടിയാണോ നീ എന്നറിയാനായിരുന്നു. ദൈവത്തിന്റെ ലീലാവിനോദങ്ങൾ എത്ര അത്ഭുതകരമാണ്! ഞാൻ തിരഞ്ഞത് എന്റെ സ്വന്തം മകളെ തന്നെയായിരുന്നു. ആരവ് ചിരിച്ചുകൊണ്ട് മുന്നോട്ടു വന്നു പറഞ്ഞു. ബാബുജി, നിങ്ങളുടെ 20 വർഷത്തെ കാത്തിരിപ്പും പ്രാർത്ഥനയും വെറുതെയായില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങൾക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു. വിഷ്ണുപ്രസാദ്ജി പ്രിയയുടെ കൈ പിടിച്ച് ഹവേലിയുടെ മുകൾ നിലയിലെ പൂട്ടിയിട്ടിരുന്ന ആ മുറിയുടെ മുന്നിലേക്ക് നടന്നു. 20 വർഷമായി തുറക്കാതിരുന്ന ആ വലിയ പൂട്ടിലേക്ക് അദ്ദേഹം താക്കോൽ വെച്ചു. പൂട്ട് തുറക്കുന്ന ശബ്ദം ആ വരാന്തയിൽ മുഴങ്ങി. വാതിൽ തുറന്നപ്പോൾ ഉള്ളിൽ തന്റെ കുട്ടിക്കാലത്തെ കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും അച്ഛൻ തനിക്കായി സൂക്ഷിച്ചുവെച്ച സകല ഓർമ്മകളും ചിട്ടയായി ഇരിക്കുന്നത് പ്രിയ കണ്ടു. ഈ മുറി നിനക്കായി കാത്തിരിക്കുകയായിരുന്നു മോളെ, അച്ഛൻ പറഞ്ഞു. പ്രിയ വീണ്ടും അച്ഛനെ കെട്ടിപ്പിടിച്ചു. അവളുടെ ഉള്ളിലെ പണത്തോടുള്ള മൊത്തം ആഗ്രഹങ്ങളും മാഞ്ഞുപോവുകയും അവിടെ പവിത്രമായ പിതൃസ്നേഹം മാത്രം ബാക്കിയാവുകയും ചെയ്തു.